ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവനും അവളും കൂടി എന്താ പ്രാർത്ഥിക്കുന്നതെന്നൊന്ന് അറിയണല്ലോ. അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിച്ചതാ. രാജു എന്താ മിണ്ടാതെ നിന്ന് പ്രാർത്ഥിച്ചത്? ഒരാള് പ്രാർത്ഥിച്ചതേ മറ്റൊരാളുടെ അടുത്ത് പറയാൻ പറ്റുമോ? പറയുന്നതിൽ എന്താ കുഴപ്പം? ഞാൻ മറ്റാരുമല്ലല്ലോ, സ്വന്തം ഭാര്യയില്ലേ. ആ, അതിനെ കുറിച്ച് തന്നെയാ പ്രാർത്ഥിച്ചത്. ആ പറയ്, ഞാനൊന്ന് അറിയട്ടെ. വേറൊന്നുമല്ല മാഡം, നമ്മളിപ്പോ തറവാട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പോ അവിടെ വേറൊരു കാര്യമില്ലേ, അതിന് അമ്മമ്മ നിർബന്ധിക്കല്ലേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. വേറൊരു കാര്യം? അതെന്ത് കാര്യം? ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യേ. ദാഹശമനി. ദാഹശമനിയോ? ശാന്തി മുഹൂർത്തം. അതന്നെ. ഇവനെ എവിടുത്തുകാരനാടാ? ശാന്തി മുഹൂർത്തത്തിന് ദാഹശമനി, ഇങ്ങനെ ഒരു വീട്ടി. അതെ, കൂടുതലേ കളിയാക്കൊന്നും വേണ്ട. ആ മുഹൂർത്തത്തിന് അവസരം ഒരുക്കരുതെന്നാ ഞാൻ പ്രാർത്ഥിച്ച. കല്യാണം കഴിഞ്ഞ് ഒത്തിരി ദിവസമായില്ലേ രാജു? നമ്മുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞു കാണുമെന്നായിരിക്കും അമ്മമ്മ വിചാരിക്കുന്നത്. ഏയ്, അതൊന്നും പാടില്ല. അങ്ങനെ ഒരു ധാരണ അമ്മയ്ക്കുണ്ടെങ്കിലേ അത് തിരുത്തണം. ശരി, എന്നാ രാജു വാ. നീ എന്താ ഇവിടെ ഒളിച്ചു നിൽക്കായിരുന്നോ? ഒളിച്ചു നിൽക്കാനോ? എന്തിന്? മറ്റുള്ളവര് പറയുന്നതൊക്കെ കേൾക്കാൻ. നിനക്ക് പണ്ട് മുതലേ അതായിരുന്നല്ലോ ജോലി. ബെഡ്റൂമിൽ ഒളിച്ചു നോട്ടം, വാഷ്റൂമിൽ ഒളിച്ചു നോട്ടം. വേണ്ട അളിയ, അത് വേണ്ട. അളിയൻ കൈ ചൂണ്ടിയാലേ ഈ കൈ ഞാനിങ് എടുക്കും. നീ അവിടെ നിന്നെ. എന്തിനാ ഒളിച്ചു നിന്നെന്ന് പറഞ്ഞിട്ട് പോയാ മതി. അത് നിങ്ങളൊരു യാത്രയ്ക്ക് പോവുകയല്ലേ? യാത്ര സുഖമായിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. ഓ, ഹാവ് എ നൈസ് ട്രിപ്പ്. താങ്ക് യു വെരി മച്ച്. പിന്നെ ഞങ്ങള് പോകുന്നതിന്റെ പിന്നാലെ വല്ല തരികിട പരിപാടിയായിട്ട് വന്ന നീ കുറെ നാള് പിന്നെ ഇഴഞ്ഞു നടക്കേണ്ടി വരും. കേട്ടോ അളിയ? അകലേ നോവിനാലേ